നിങ്ങളെല്ലാവരെയും കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പനച്ചമൂട് സഭ വിശ്വാസികൾ മാത്രമല്ല, ഇന്ന് വയലിങ്കലിലിരുന്നും മറ്റു പല ഇടങ്ങളിലിരുന്നും കുന്നപ്പുഴ മറ്റു പല ഇടങ്ങളിലിരുന്നോ കടന്നു വന്നിട്ടുള്ള വിശ്വാസികളെ കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് അത് കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി തീരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പനച്ചമൂട് സഭയിലെ ഒരു കൺവെൻഷൻ മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാൻ ഉള്ള ക്ഷണം ഞങ്ങളുടെ ചർച്ച് പാസ്റ്ററിലിരുന്ന പാസ്റ്റർ മോഹൻകുമാറിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ കടന്നു വന്നപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പൊതുവായിട്ട് ചിലപ്പോൾ എന്നെ കേട്ടിട്ടുള്ള ആളുകളോ ഒരു വിഷയം മിക്കതും എല്ലായിടങ്ങളിലും ഞാൻ പ്രസംഗിക്കാറുണ്ട്. എന്തോ ശരി, ദേവാലയ പണിയെക്കുറിച്ച് ഉള്ള ഒരു പ്രസംഗം ഒരിക്കലും ഉണ്ടായിരുന്നു. ശരിയാണ്. എന്നിരുന്നാലും ഉത്തുബഗീത പുസ്തകത്തിനെ കുറിച്ച് പൊതുവായിട്ട് വിശ്വാസികളെ കണ്ടു പ്രസംഗിക്കുമ്പോൾ ആ കാര്യത്തിനെ കൂടുതൽ സംസാരിക്കാറുണ്ട്. എന്നിരുന്നാലും സമയപരിമിതി കൊണ്ട് മിക്ക സമയങ്ങളിലും അത് പൂർത്തീകരിക്കുവാനായി സാധിച്ചില്ല. അപ്പോൾ ഇന്ന് പനച്ചമൂട് വരണം എന്ന നിങ്ങളുടെ പാസ്റ്ററുടെ ക്ഷണം ലഭിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു കുറവ് വന്ന് നമുക്ക് നികത്താം. ഇന്ന് ആ പുസ്തകത്തിനെക്കുറിച്ചുള്ള ആ ഒരു പഠനം പൂർത്തീകരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ പള്ളിയിൽ കടന്നു വന്നപ്പോൾ കാണുന്ന ഏകദേശം പകുതിയിലും കൂടുതലും പുതിയ മുഖങ്ങളാണ് കാണുന്നത്. അപ്പോൾ പകുതിക്ക് വെച്ച് ഞാൻ ആ പ്രസംഗം തുടരുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ശരിയായിട്ട് അതിനെ ഫോളോ ചെയ്യുവാൻ കഴിയത്തില്ല. എന്നിരുന്നാലും കൂടുതൽ സമയം നേരത്തെ പ്രസംഗിച്ച കാര്യങ്ങളെക്കുറിച്ചല്ല, എന്നിരുന്നാലും ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശരി, ഉത്തുബഗീത പുസ്തകം നിങ്ങളിൽ എത്ര പേര് ഇതുവരെ വായിച്ചിട്ടുണ്ട്? ഉത്തുബഗീത പുസ്തകം എത്ര പേര് വായിച്ചിട്ടുണ്ട്? ശരി, ഉയരുന്ന കരങ്ങളുടെ എണ്ണം കുറവാണ്. ആളുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഉയരുന്ന കരങ്ങളുടെ എണ്ണം കുറവാണ്. നമ്മിൽ കൂടുതലും ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഉത്തുബഗീത പുസ്തകം അതിനെക്കുറിച്ച് പഠിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാറില്ല. കാരണം എന്തുവാ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ഒരു ആൺ ഒരു പെണ്ണിൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നതായിട്ടും ഒരു പെൺ ആണിൻ്റെ സൗന്ദര്യം വർണ്ണിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോൾ നാം എന്ത് ചെയ്യുന്നു, ഇത് നമുക്കുള്ളതല്ല എന്ന് നാം ചിന്തിക്കുന്നു. എന്നിരുന്നാലും ഈ ഉത്തുബഗീത പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് നമ്മുടെ മണവാളനാണ്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മണവാട്ടിയാണ്. യേശു കർത്താവ് നമ്മുടെ മണവാളൻ, നമ്മൾ യേശു കർത്താവിൻ്റെ മണവാട്ടി. ആ മണവാളന് ഏറ്റവും ഒരു മണവാട്ടിയായി തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഉത്തുബഗീത പുസ്തകം പ്രതിപാദിക്കുന്നത്. ഉത്തുബഗീത പുസ്തകത്തെക്കുറിച്ച് മറ്റൊരു ഭാഗം അത് എഴുതിയത് ശലോമോൻ ജ്ഞാനി എന്നുള്ളത് നമ്മളെല്ലാവർക്കും അറിയാം. ശലോമോൻ ജ്ഞാനിയെക്കുറിച്ച് വചനത്തിൽ നമ്മൾ പരാമർശിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 29-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 4-ാം അധ്യായം 29-ാം വാക്യം. ദൈവം ശലോമോനെ ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലതയും കൊടുത്തു. മതി. ലോകത്ത് ഏതൊരു വ്യക്തിക്കും ലഭിക്കാത്ത വലിയ ഒരു അനുഗ്രഹം ശലോമോൻ ജ്ഞാനിക്ക് ലഭിച്ചതുപോലെ ആ ഒരു അളവിൽ ആർക്ക് ലഭിച്ചിട്ടില്ല. എന്താണ് വായിച്ചത്? ബുദ്ധിയും ജ്ഞാനവും ഹൃദയ വിശാലതയും ശലോമോൻ ജ്ഞാനിക്ക് ദൈവം നൽകിയതായി നമ്മൾ വായിച്ചു. അങ്ങനെ വലിയ ഒരു ജ്ഞാനം അദ്ദേഹത്തിന് ദൈവത്തിലിരുന്ന് ധ്യാനമായി ലഭിച്ചപ്പോൾ ശലോമോൻ എന്താണ് ചെയ്തത്? 32-ാമത്തെ വാക്യം. അവൻ 3000 സദൃശവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. ശരി, അവൻ 3000 സദൃശവാക്യങ്ങൾ പറഞ്ഞു. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിലും സദൃശവാക്യങ്ങൾ എന്നുള്ള പുസ്തകമുണ്ട്. എന്നാൽ അതിൽ 3000
സദൃശവാക്യങ്ങളുണ്ടോ എന്നാൽ ഇല്ല. കൂടുതൽ ഭാഗമുണ്ട്, മിക്കതും അതിലില്ല. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഗീതങ്ങൾ എത്രയാണ്? 1000 എന്താണ് വായിച്ചത്? 1005. വേദപുസ്തകത്തിൽ എത്ര ഗീതങ്ങളാണ് നമ്മൾ കാണുന്നത്? ശലോമോൻ എഴുതിയ ഗീതങ്ങൾ 1005. ഈ 1005 ഗീതങ്ങളിൽ എത്ര ഗീതങ്ങളാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്? ഒരേ ഒരു ഗീതം മാത്രമാണ്. ആ ഗീതം ഇതാണ്, ഈ ഉത്തമ ഗീതം മാത്രമാണ്. ശലോമോൻ എഴുതിയ 1005 ഗീതങ്ങളിൽ ഈ ഒരേ ഒരു ഗീതം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേദപുസ്തകത്തിൽ കാണുന്നത്. ഈ ഉത്തമ ഗീതം എന്നുള്ള പേര് വരാൻ കാരണം എന്തുവാണ്? മറ്റുള്ള 1004 ഗീതങ്ങളെക്കാളും ഈ ഗീതത്തിന് ഒരു ഉത്തമ സ്ഥാനമുണ്ട്, ഉന്നത സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഉത്തമ ഗീതം എന്നുള്ള പേര് അതിന് ലഭിച്ചത്. ഇംഗ്ലീഷിൽ പറയപ്പെടുന്നത്, അതിൻ്റെ തലവാചകം സോങ് ഓഫ് സോങ്സ്. ചില വേദപുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ചിലയിടങ്ങളിൽ സോങ് ഓഫ് സോളമൻ എന്നുമുണ്ട്, ചിലയിടങ്ങളിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ സോങ് ഓഫ് സോങ്സ്, പാട്ടുകളുടെ പാട്ട്. അതേപോലെ നമ്മൾ വായിക്കുമ്പോൾ ഉന്നത പാട്ട് എന്നാണ് തമിഴിൽ പറയപ്പെടുന്നത്. മലയാളത്തിൽ ഉത്തമ ഗീതം. മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കാളും അതിന് ഉന്നത സ്ഥാനമുണ്ട് എന്നുള്ളതായിട്ടും വചനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ശരി, ഈ ഉത്തമഗീത പുസ്തകം നമുക്ക് നൽകുന്ന ആദ്യത്തെ ഒരു ഗുണപാഠം, മണവാട്ടി തന്നെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം. നമുക്കത് വായിക്കാം. 1-ാം അധ്യായം 6-ാം വാക്യം. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കയാലും മതി. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കുന്നു, ഞാൻ കരുത്തിരിക്കുന്നു. മണവാട്ടി തന്നെക്കുറിച്ച് പറയുന്നത് എനിക്ക് ഇരുൾ നിറമുണ്ട്. തൻ്റെ മണവാളനെ കുറിച്ച് എന്താണ് പറയുന്നത്? അതേ ഉത്തമഗീതം 5-ാം അധ്യായം 10-ാം വാക്യം. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ. ശരി, തന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കുന്നു, ഞാൻ കറുത്തിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ തൻ്റെ മണവാളനെ കുറിച്ച് പറയുമ്പോൾ വെണ്മയും ചുവപ്പുമായവൻ. ഈ ഒരു രണ്ടും നമ്മൾ ഒന്ന് സൈഡിൽ നിർത്തുകയാണെങ്കിൽ, മണവാട്ടി ഇരുൾ നിറം പറ്റിയിരിക്കുന്നു, കറുത്തിരിക്കുന്നു. മണവാളനെ കുറിച്ച് എന്താണ് പറയുന്നത്? വെണ്മയും ചുവപ്പുമായവൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. രണ്ടും യോജിച്ചു പോകുവാൻ സാധിക്കുമോ? അല്ല. എന്നിരുന്നാലും ഈ മണവാട്ടി, ആ മണവാളന് ഏറ്റവും ഒരു മണവാട്ടിയായി തീരുവാൻ അതിൻ്റെ ആദ്യത്തെ ഒരു പടി, ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തുവാണ്? താൻ കറുപ്പാണ് എന്നുള്ളതിനെ അംഗീകരിക്കണം. കറുപ്പ് എന്ന് നമ്മൾ പറയപ്പെടുമ്പോൾ ആത്മീകമായി ചിന്തിക്കുമ്പോൾ എന്താണ്? പാവ അവസ്ഥയിൽ ജീവിക്കുന്ന ആ ഒരു അനുഭവമാണ്. നമ്മുടെ ദൈവത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്തുവാണ്? വിശുദ്ധനായ ദൈവം. നമ്മുടെ മണവാളനായ യേശു ക്രിസ്തു വിശുദ്ധനായ ദൈവം. ആ ദൈവത്തിൻ്റെ മണവാട്ടി എന്ന് അവകാശപ്പെടുന്ന നാം എങ്ങനെയിരിക്കുന്നു? പാവ അവസ്ഥയിൽ നാം ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിൻ്റെ മണവാളന് ഏറ്റവും ഒരു മണവാട്ടിയായി തീരുവാൻ നാം എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആ ഒരു ആഗ്രഹമുണ്ടാകണം. എൻ്റെ മണവാളനെ പോലെ, എൻ്റെ കാന്തനെ പോലെ ഞാൻ മാറണം. എൻ്റെ കാന്തൻ വെണ്മയും ചുവപ്പുമായവൻ. അത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാനും പാവ ജീവിതം ഞാൻ മാറ്റിവെച്ച എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കുന്ന ആ വിശുദ്ധിയുടെ ജീവിതം ഞാൻ നയിക്കും എന്ന ആ ഒരു തീരുമാനത്തിൽ കടന്നു വരണം. ദൈവസന്നിധിയിൽ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറയുകയും ദൈവത്തോട് ക്ഷമ പ്രാപിക്കുകയും ചെയ്യണം. അങ്ങനെ ക്ഷമ ലഭിച്ച് കടന്നു വരുന്ന ആ ഒരു അനുഭവം രക്ഷയുടെ മാർഗം എന്നുള്ളതായി വചനത്തിൽ നമ്മൾ കാണും. അപ്പോൾ തന്നിൽ ഒരാഗ്രഹം, മണവാളനെ പോലെ മാറണം. ഞാൻ പാവിയാണ്, പരിശുദ്ധനായ എൻ്റെ മണവാളനെ പോലെ, എൻ്റെ യേശു കർത്താവിനെ പോലെ ഞാൻ ആയിത്തീരണം എന്നുള്ള ആഗ്രഹം ആദ്യം ഉണ്ടാകണം. രണ്ടാമത്, ഇങ്ങനെ
പാപ അനുഭവത്തിലിരിക്കുന്ന വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് തൻ്റെ പാപം ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ, വചനം സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. സദൃശവാക്യം 28:13. തൻ്റെ ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ. അപ്പോൾ എൻ്റെ പാവ വഴികൾ ഇതാണ്, എൻ്റെ ജീവിതത്തിൽ ഈ പാവ കാര്യങ്ങളുണ്ട് എന്ന് ദൈവത്തോട് ഏറ്റുപറയുകയും വീണ്ടും ആ പാവത്തിലേക്ക് പോകുന്നതല്ല, അത് ഉപേക്ഷിക്കുകയും ചെയ്ത യേശു കർത്താവിൻ്റെ നീതിയാൽ നാം മറയ്ക്കപ്പെടണം. അതിനെയാണ് രക്ഷയുടെ ഒരു അനുഭവം എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുകയും കർത്താവിൻ്റെ നീതിയാൽ മൂടപ്പെടുകയും ചെയ്യുമ്പോൾ അടുത്ത ഒരു അനുഭവം എന്താണ്? നമ്മൾ വായിക്കുമ്പോൾ ഉത്തമഗീത പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1-ാം അധ്യായം 7-ാം വാക്യം. ഉത്തമഗീത 1:7. എന്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ? ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ? നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയോളെ പോലെ ഇരിക്കുന്നത് എന്തിന്? ഇവിടെ നമ്മൾ കാണുന്നത് നിന്റെ ആട്ടിൻകൂട്ടത്തിനെ ഒരുമിച്ച് ചേർക്കുന്നത് എവിടെ? രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ദൈവം കൂട്ടിച്ചേർക്കുന്നത് എവിടെയാണ്? ആട്ടിൻകൂട്ടം എന്ന് പറയപ്പെടുമ്പോൾ ആ ആട്ടിൻകൂട്ടം എന്താണ്? വചനം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2:47. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ ദൈവം എന്ത് ചെയ്തു? ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടുവന്നു. അപ്പൊ ഈ ആട്ടിൻകൂട്ടം എന്ന് പറയപ്പെടുന്ന എന്തുവാണ്? ദൈവത്തിന്റെ സഭയെയാണ് അവിടെ പറയുന്നത്. രക്ഷിക്കപ്പെടുന്നവരെ ദൈവ സഭയോട് കൂട്ടിച്ചേർത്ത്. അതാണ് ഇവിടെ ഉത്തമഗീത പുസ്തകത്തിൽ പറയുന്നത്, നിന്റെ ആട്ടിൻകൂട്ടത്തിനെ ഒരുമിച്ച് ചേർക്കുന്നത് എവിടെ? അപ്പോൾ രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുന്നവര് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? സഭയോട് കൂടെ ചേർത്ത് കൊണ്ടുവരുന്നു എന്ന വചനത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ഇന്ന് ലോകത്ത് അനേക സഭാ വിഭാഗങ്ങളുണ്ട്. എല്ലാവരും പറയുന്നത് എന്താണ്? ഞങ്ങളാണ് മണവാട്ടി സഭ എന്ന് പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സഭ എന്താണ്? ദൈവത്തിൻ്റെ മണവാട്ടി സഭ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നിരുന്നാലും ദൈവം മണവാളനാണ്. ആ മണവാളൻ തനിക്ക് എത്ര മണവാട്ടി ഉണ്ട് എന്ന് പറയുന്നതിനെ നമുക്ക് വായിക്കാം. ഉത്തമഗീതം 6-ാം അധ്യായം 9-ാം വാക്യം. ഉത്തമഗീതം 6:9. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായുള്ളവളെ ഒരുത്തി മാത്രം മതി. എന്റെ പ്രാവോ എന്റെ നിഷ്കളങ്കമായവളോ ഒരുത്തി മാത്രമേ. ഇന്ന് ലോകത്തായിരിക്കുന്ന എല്ലാ സഭാ വിഭാഗങ്ങളും പറയുന്നത് എന്തുവാണ്? ഞങ്ങളാണ് മണവാട്ടി സഭ, ഞങ്ങളാണ് മണവാട്ടി സഭ. എന്നാൽ ദൈവം പറയുന്നത് എന്തുവാണ്? എൻ്റെ പ്രാവോ എൻ്റെ നിഷ്കളങ്കമായവളോ ഒരുത്തി മാത്രമാണ് എന്ന ദൈവം അവിടെ സാക്ഷീകരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ മണവാട്ടിയായിരിക്കുന്ന ആ ഒരു സഭയെ നാം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിൻ്റെ അടയാളം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ഉത്തമഗീതം മറുപടി നൽകുന്നു. ഉത്തമഗീതം 4:11. ഉത്തമഗീതം 4:11. അല്ലയോ കാന്തേ, നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു, നിന്റെ നാവിൻ കീഴിൽ തേനും പാലും ഉണ്ട്. ഇവിടെ 2 കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. തേനും പാലും. അപ്പൊ തേൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ദൈവത്തിൻ്റെ മണവാട്ടി സഭയുടെ അടയാളമായി വചനം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. സങ്കീർത്തനം 19-ാം അധ്യായം 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 7-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും പിന്നെ 10-ാം വാക്യം ഇന്ന് ഒരേ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ആദ്യ ഭാഗം മാത്രം വായിക്കാൻ പറഞ്ഞത്. സങ്കീർത്തനം 19:7 മതി. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ കുറിച്ചാണ് വാക്യം മുഴുവനും 7-ാം വാക്യം തൊട്ട് 10-ാം വാക്യം വരെ പരാമർശിക്കപ്പെടുന്നത്. 10-ാമത്തെ വാക്യം അവ എന്ന് പറയുന്നത് എന്തുവാണ്? ദൈവത്തിൻ്റെ
ന്യായപ്രമാണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു 7 മുതൽ പരാമർശിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചാണ്. അപ്പോൾ ആ കൽപ്പനകളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവസാനമായി എന്താണ് പറയുന്നത്? അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. യവ ദൈവത്തിൻ്റെ കൽപ്പനകൾ തേനിലും തേൻകട്ടയിലും അധികം മധുരമുള്ളവ. അപ്പോൾ ദൈവത്തിൻ്റെ സഭയെ തിരിച്ചറിയുവാനുള്ള ആദ്യത്തെ ഒരു അടയാളം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, തേനും പാലും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തേനെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഏത് സഭയാണോ ദൈവത്തിൻ്റെ 10 കൽപ്പനകളെ ഉയർത്തി കാണിക്കുന്നു, ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ പ്രകാരം ഓരോ ക്രിസ്ത്യാനികളും ജീവിക്കണമെന്ന് ഉപദേശിക്കുന്നുണ്ടോ, അതാണ് ദൈവസഭയുടെ ആദ്യത്തെ അടയാളം. മറന്നു പോകരുത്. ആദ്യത്തെ അടയാളം എന്തുവാണ്? ദൈവത്തിൻ്റെ 10 കൽപ്പനകളെയും അനുസരിക്കുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനും ഉപദേശിക്കുന്നതാണ് ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭയുടെ അടുത്ത ഒരു അടയാളം നമ്മളെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. യേശു കർത്താവിലുള്ള അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ഉള്ളവരായി നമ്മൾ ജീവിക്കണം. ആ ഒരു വിശ്വാസം, ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസം, യേശു കർത്താവിൽ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസം നമ്മിൽ ഉണ്ടോ? ആ ഒരു വിശ്വാസം നമ്മിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സഹായിക്കുന്ന എന്തുവാണ്? രണ്ടാമത്തെ അടയാളം ഞാൻ പറഞ്ഞ എന്തുവായിരുന്നു? ആദ്യമുള്ളത് തേന്, ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അടയാളം എന്തുവാണ്? നാവിൻകേൽ തേനും പാലും ഇരിക്കുന്നത്. അപ്പോൾ ആ പാലെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആത്മീകമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പാലെന്ന് പറഞ്ഞാൽ എന്താണ്? പത്രോസിൻ്റെ ലേഖനത്തേക്ക് നമ്മുടെ ശ്രദ്ധ വന്ന് തിരിക്കാം. പത്രോസ് 2-ാം അധ്യായത്തിൽ 2-ാം വാക്യം ഒന്ന് വായിക്കും. 1 പത്രോസ് 2:2. രക്ഷയ്ക്കായി, രക്ഷയുടെ അനുഭവത്തിൽ വളരുവാൻ വചനമെന്ന മായമില്ലാതെ പാൽ. ഏത് സഭയാണോ ദൈവത്തിൻ്റെ വചനത്തിന് മുൻതൂക്കം നൽകുന്നുവോ, രക്ഷയുടെ അനുഭവത്തിൽ വളരുവാൻ, ആ ഒരു സഭയാണ് ദൈവത്തിൻ്റെ സഭ. ഇന്ന് പല സഭകളിൽ പറയുന്നത് എന്തുവാണ്? നമുക്ക് പഴയ നിയമം വേണ്ട. ശരിയാണോ? ചില സഭകൾ എന്താണ് പറയുന്നത്? ചില സഹോദരങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് എന്തുവാണ്? കർത്താവ് ശിലുവയിൽ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? പഴയ കാര്യങ്ങളൊക്കെ മാറിപ്പോയി, അതുകൊണ്ട് നമുക്ക് പഴയ നിയമം വേണ്ട, നമുക്ക് പുതിയ നിയമം മാത്രം മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില സഹോദരങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് പുതിയ നിയമത്തിനും എല്ലാം വേണ്ട, സുവിശേഷ ഭാഗം മാത്രം മതി എന്ന് പറയുന്ന ചില സഹോദരങ്ങളുമുണ്ട്. അപ്പം ഇങ്ങനെ ഒന്നൊന്നായിട്ട് മാറ്റിക്കൊണ്ട് പോയാൽ അവസാനം എന്താണ് ശേഷിക്കുന്നത്? എന്നാൽ ഏത് സഭയാണോ മുഴുവൻ ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ വേദപുസ്തകത്തിനെ ഉയർത്തി കാണിക്കുന്നു, ഈ വേദപുസ്തകത്തിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കണം എന്ന് ഉപദേശിക്കുന്നു, അതാണ് ദൈവത്തിൻ്റെ മണവാട്ടി സഭ. ദൈവത്തിൻ്റെ 10 കൽപ്പനകളെ ഉയർത്തി കാണിക്കുകയും യേശു കർത്താവിലുള്ള ആ വിശ്വാസം ഉയർത്തിപ്പിടിക്കുകയും ആ യേശു കർത്താവിലുള്ള ആ വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുന്ന ദൈവവചനത്തിന് മുൻതൂക്കം നൽകുകയും ചെയ്യുന്നു. അതാണ് ദൈവത്തിൻ്റെ മണവാട്ടി സഭ എന്നുള്ളതായി നാം ഇവിടെ കാണുന്നു. ശരി, തുടർന്ന് വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയപ്പെടുന്നത് എങ്ങനെയാണ്? 4-ാം ഉത്തമഗീതം പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉത്തമഗീതം 4:12. എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ശരി, എന്റെ കാന്ത, അടയ്ക്കപ്പെട്ട ഒരു തോട്ടം, മുദ്രയിടപ്പെട്ട ഒരു കിണർ എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിൻ്റെ ഭാഗത്തിലേക്ക് നമുക്ക് പിന്നീട് കടന്നു വരിക. ഒരു ഭാഗം കൂടെ നമ്മൾ വായിച്ചിട്ട് ഇതിലേക്ക് വരാം. 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വന്ന് തിരിക്കുക. 1 മുതൽ 4-ാം വാക്യം ഒന്ന് വായിക്കൂ. ഉത്തമഗീത പുസ്തകം. രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഞാൻ എഴുന്നേറ്റു നഗരത്തിൽ സഞ്ചരിച്ചു, വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഓക്കെ,
ശരി, ഇവിടെ നമ്മൾ കാണുന്നത് മണവാട്ടി തൻ്റെ മണവാളനെ അന്വേഷിക്കുന്നു. ആദ്യം എവിടെ അന്വേഷിക്കുന്നു? എവിടെയാണ് അന്വേഷിക്കുന്നത്? രാത്രി സമയത്തിൽ എൻ്റെ കിടക്കയിൽ. രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ. എന്ന് പല സമയങ്ങളിൽ നാം സ്വയം അവകാശപ്പെടുന്നത് ദൈവത്തിൻ്റെ മണവാട്ടിയാണ്, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് നമ്മൾ അവകാശപ്പെട്ടാലും പല സമയങ്ങളിൽ തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി നൽകിയ ആ 7-ാം കൽപ്പന നമ്മളെ ലംഘിക്കുന്നുണ്ട്. ആ 7-ാം കൽപ്പന ലംഘിച്ചിട്ട് ദൈവത്തെ ഞാൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാലും ദൈവത്തിനെ കണ്ടെത്തുവാൻ സാധിക്കുമോ? ഇല്ല. പല സമയങ്ങളിൽ തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി കൊടുത്ത 10 കൽപ്പനകളിൽ 7-ാമത്തെ കൽപ്പന, ആ കൽപ്പന ലംഘിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമില്ല. അതാണ് ആദ്യം നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? കർത്താവ് നമ്മളെ ഉപദേശിച്ചത് എങ്ങനെയാണ്? ആ തെറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അങ്ങനത്തെ ചിന്തകൾ പോലും എന്താണ്? അത് പാപമാണ് എന്നുള്ളതാണ് വചനം പറയുന്നത്. ഇന്ന് എൻ്റെയും നിങ്ങളുടെ ജീവിതം എങ്ങനെ ഉണ്ട്? ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച കാര്യം നാം ആലോചിക്കുമ്പോൾ നാം ഇന്ന് എവിടെ നിൽക്കുന്നു? പല സഹോദരങ്ങളും വീണു പോകുന്ന ഒരവസ്ഥയാണ്. കാരണം എന്തുവാ? ദൈവം പാപം ലോകത്ത് കടന്നു വരുന്ന മുമ്പേ ദൈവം പരിശുദ്ധം എന്ന് പ്രഖ്യാപിച്ച 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് പരിശുദ്ധം എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ? എന്തൊക്കെയാണ്? വിവാഹം പരിശുദ്ധം, അടുത്തത് ശബദ് പരിശുദ്ധം. അപ്പൊ ഈ 2 പരിശുദ്ധം. അപ്പൊ ഈ 2 പരിശുദ്ധമായിരിക്കുന്നതിനെ പരിശുദ്ധമില്ലാത്ത അവസ്ഥയിലാക്കുവാൻ, അതിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആരാണ്? സാത്താനാണ്. അതുകൊണ്ടാണ് ഇന്ന് പല ഭവനങ്ങളിലും പലയിടങ്ങളിലും കുടുംബ കോടതികളും കേസുകൾ നിറഞ്ഞു കിടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തുകൊണ്ടാണ്? 7-ാം കൽപ്പന എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിട്ട് ദൈവം പരിശുദ്ധം എന്ന് പറഞ്ഞ ആ ഒരു വിവാഹ ബന്ധം ദൈവവചനം പറയുന്നത് പോലെ അനുസരിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് സാത്താൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ കയറി സാത്താൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് ആളുകളെ വലിച്ചിളയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയരെ, ചിലപ്പോൾ അങ്ങനത്തെ ഒരു കുഴിയിൽ നാം വീണിരുന്നാലും ദൈവം പറയുന്നത് എങ്ങനെയാണ്? ദൈവം പാവിയെ സ്നേഹിക്കുകയും പാവത്തെ വെറുക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് നമ്മുടെ ദൈവം. എന്നാൽ നമ്മളെല്ലാവരും എങ്ങനെയാണ്? പാവത്തെ സ്നേഹിക്കുന്നു, പാവിയെ വെറുക്കും. ശരിയാണോ? പാവത്തെ സ്നേഹിക്കുകയും പാവിയെ വെറുക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യൻ്റെ സ്വഭാവം. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? പാവിയെ ദൈവം സ്നേഹിക്കുന്നു, പാവത്തെ വെറുക്കുന്നു. അപ്പോൾ ആ ഒരു സ്നേഹം കാരണം തൻ്റെ പാവ ജീവിതം മാറ്റി, തന്നിലിരുന്ന് മാറ്റി, ഇനി ആ ചെളിക്കകത്ത് ഞാൻ വീഴത്തില്ല, എൻ്റെ ജീവിതം ദൈവത്തിനായി മുഴുവനും സമർപ്പിക്കുന്നു എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. അതാണ് നമ്മൾ നേരത്തെ ഒരു വാക്യം വായിച്ചു. എന്താണ്? മണവാട്ടിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അത് വീണ്ടും വന്ന് വായിക്കുക. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും 4:12 എന്റെ സഹോദരി, എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം. കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഇനി എൻ്റെ ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രമാണ്, ഇനി അങ്ങേക്കുള്ള ഈ ശരീരവും ദൈവത്തിൻ്റെതാണ്, ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പൊ ഈ ശരീരത്തിനെ നശിപ്പിക്കുന്ന ഒന്നും, ഈ ശരീരത്തിനെ മലിനമാക്കുന്ന ഒന്നും ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന ദൈവസന്നിധിയിൽ നിങ്ങളെ സ്വയം സമർപ്പിക്കുവാൻ ഒരുക്കമുള്ളവരാണോ? പണ്ട് കാലങ്ങളിൽ, അതിലും പ്രത്യേകിച്ച് ഈ മധ്യ ആ ഭാഗങ്ങളിൽ വെള്ളത്തിന് ഒരുപാട് കുറവുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവർക്ക് സ്വന്തമായിട്ട് ഉറവുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? പൂട്ടി വയ്ക്കും. അതാണ് അടയ്ക്കപ്പെട്ട തോട്ടം, അടയ്ക്കപ്പെട്ട നീരുറവ. അപ്പം അവർക്ക് വേണ്ടി മാത്രം. അതുപോലെ നമ്മുടെ ഒരു അനുഭവമോ
ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച്, എൻ്റെ ദൈവമേ, ഇനി ഞാൻ എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനല്ല, ഇനി ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്കായി മുഴുവനും സമർപ്പിക്കുന്നു. ഞാൻ ഇനി അങ്ങേക്കായി ജീവിക്കും, ഞാൻ അങ്ങയുടേത് മാത്രമാണ് എന്ന് ദൈവകരങ്ങളിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം ഇനി അങ്ങയ്ക്ക് മാത്രമാണ്. കെട്ടിയടയ്ക്കപ്പെട്ട ഒരു നീരുറവായി മുദ്രയിടപ്പെട്ട എന്ന അർത്ഥം എന്തുവാണ്? ആ മുദ്രയിട്ട വ്യക്തിയെ പകരം വേറെ ആർക്കും തുറക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ നാം മുദ്രയിടപ്പെടേണ്ടത് ആവശ്യമാണ്. ഒരു വാക്യം വായിക്കുക, യോഹന്നാൻ 6:27 വാക്യം. യോഹന്നാൻ 6:27. യോഹന്നാൻ 6:27. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വചനം എന്താണ് പറയുന്നത്? പിതാവായ ദൈവം പുത്രനെ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മണവാട്ടിയാകുന്ന നാം മുദ്രയിടപ്പെടണോ? വായിക്കുക, എഫേസ്യ ലേഖനം 1-13 വാക്യം. എഫേസ്യ ലേഖനം 1-13 വാക്യം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എന്താണ്? ദൈവ ആത്മാവിനാൽ നാം എന്ത് ചെയ്തിരിക്കപ്പെട്ടിരിക്കണം? മുദ്രയിടപ്പെട്ടിരിക്കണം. ദൈവ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതല്ല, പരിശുദ്ധ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് നമ്മളെ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി നാം നയിക്കുകയാണെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ഏൽക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനല്ല, ദൈവാത്മാവിൻ്റെ നിയന്ത്രണ പ്രകാരം ഞാൻ ജീവിക്കും. ദൈവാത്മാവിൻ്റെ ആ നിയന്ത്രണത്തിന് എന്നെ സമർപ്പിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? ആദ്യം കിടക്കയറ്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകൾ എല്ലാം നാം അനുസരിക്കണം. പലരും വീണു പോകുന്ന പലരെയും സാത്താൻ എളുപ്പം വീഴ്ത്തുന്ന ആ 7-ാം കൽപ്പന, അതിനെയും നാം ഉയർത്തിപ്പിടിക്കണം, അതനുസരിക്കണം എന്നുള്ളത് ദൈവം നമുക്ക് നൽകുന്ന ആലോചന. ആ ഒരു കുറ്റം നമ്മളിൽ ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, എൻ്റെ ദൈവമേ, ഇനി ഞാൻ അങ്ങയുടേത് മാത്രമാണ്, എൻ്റെ ശരീരം അങ്ങയുടെ ആലയമാണ്, ഈ ആലയത്തിനെ അശുദ്ധമാക്കുന്നതിന് ഒന്നിനെയും ഞാനിനി ചെയ്യത്തില്ല എന്ന ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവാത്മാവിനാൽ മുദ്രയിടപ്പെടുവാൻ നിങ്ങളെ ഏൽപ്പിക്കുകയും വേണമെന്നുള്ളത് മറന്നു പോകരുത്. അടുത്ത മണവാട്ടി എവിടെയാണ് അന്വേഷിക്കുന്നത്? വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? അന്വേഷിക്കുന്നത്. എവിടെയാണ്? കിടക്കയിൽ അന്വേഷിച്ചു. രണ്ടാമത് എന്തുവാണ്? എവിടെ അന്വേഷിച്ചു? 3-ാം അധ്യായത്തിൽ വീട്ടിൻ്റെ അകത്ത് അന്വേഷിക്കുന്നു. വീട്ടിൻ്റെ അകത്ത് എന്ന് പറയപ്പെടുമ്പോൾ ആത്മീകാർത്ഥം എന്തുവാണ്? പല സഹോദരങ്ങൾ പറയുന്നത് നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ അതില്ല, ഇതില്ല, അടുത്തുള്ള ആളുകളുടെ നോക്കുക, അവരുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ. അതിൻ്റെ അർത്ഥം എന്തുവാണ്? വീട് എന്ന് പറയപ്പെടുമ്പോൾ ലോകപ്രകാരമായിട്ടുള്ള ആ ഒരു ചിന്തകൾ മാത്രമാണ്. വീട്ടിൽ ഈ സാധനമല്ല, അതില്ല, ഇതില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള മാത്രം ഒരു ചിന്താഗതി. ആത്മീകമായി എൻ്റെ കുറവ് എന്താണ്? ആത്മീകമായി ക്രിസ്തു എന്ന് പറയുന്ന എൻ്റെ മണവാളനെ പോലെ ആയിത്തീരുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്താഗതിയല്ല. വീട്ടിലെ ലോകപ്രകാരമായിട്ടുള്ള കാര്യം എൻ്റെ വീട്ടിലില്ല, എൻ്റെ വീട്ടിൽ ഈ സാധനമല്ല, ആ സാധനമില്ല എന്ന് പറഞ്ഞ് വീട്ടിൻ്റെ കവലകൾ മാത്രം. എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനം ഇത് വേണ്ട എന്ന് പറയുന്നില്ല. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നതിന് ഇതൊക്കെ എന്തുവാണ്? സെക്കൻഡറി ആണ്. ദൈവത്തെ മാറ്റി വച്ചിട്ട് ഇതൊക്കെ മുൻതൂക്കം നൽകുവാൻ പാടില്ല എന്നുള്ളത് ഓർക്കുക. മൂന്നാമതായ ഒരു കാര്യം ഈ മണവാട്ടി ചെയ്യുന്നു. ഒന്നുകൂടെ വായിക്കും സിസ്റ്റർ. 3-ാം അധ്യായം 2-3 വാക്യം.
ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു. വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന്. എവിടെയാണ്? വീഥികളിലും പ്രാണപ്രിയനെ അന്വേഷിക്കുന്നു. വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. അന്വേഷിച്ചിട്ടും കണ്ടില്ല താനും. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. എന്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. ഇതാരാണ്? കാവൽക്കാരാരാണ്? വചനം പറയുന്നത് കാവൽക്കാരൻ ആരാണ്? ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഇന്ന് ലോകത്ത് അനേക വേദപുസ്തകം അറിയാത്ത, ദൈവവചനത്തെക്കുറിച്ച് യഥാർത്ഥ സത്യം അറിയാത്ത ആ ഒരു ഉപദേശകന്മാരോട്, ആ പാസ്റ്റർമാരോട് ചെന്നിട്ട് എൻ്റെ പ്രാണപ്രിയനെ എനിക്ക് കാണിച്ചു തരണം, യേശു കർത്താവിനെ എനിക്ക് കാണിച്ചു തരണം എന്ന് പറയുകയാണെങ്കിൽ, യേശു കർത്താവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് യേശു കർത്താവിനെ എങ്ങനെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും? യേശു കർത്താവുമായി എനിക്ക് ഒരു ബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുമോ? അല്ല. ഈ കാവൽക്കാരോട് അവൾ ചോദിക്കുകയാണ്. അവരെന്ത് പറഞ്ഞു? അറിയത്തില്ല. അടുത്ത അവൾ എന്താ ചെയ്തത്? വായിക്കും. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ. ഓക്കെ, ആദ്യം ചിന്തിക്കുക. ലോക ഭാരങ്ങൾ, കവലകൾ വിട്ട് ദൈവവചനം അറിയാത്ത, ദൈവവചനവുമായി ബന്ധമില്ലാത്ത, യേശു കർത്താവുമായി ബന്ധമില്ലാത്ത ആ ആളുകളെ വിട്ട് അപ്പുറം പോയി അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ കണ്ടു എന്ന് പറയുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. എൻ്റെ പ്രാണപ്രിയനെ ഞാൻ കണ്ട് എന്ന് വചനത്തിൽ പറയുന്നു. നമുക്കൊന്ന് വായിക്കാം. ഈ നഗരത്തിൻ്റെ വെളിയെ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് ആരാണ്? എബ്രായ ലേഖനം 13:12 വായിക്കും. എബ്രായർ 13:12. നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. അപ്പോ നമ്മൾ എവിടെയാണ് പോകേണ്ടത്? യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട യേശു കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിലെ യാഗമായി തീർന്നു. അതിനെ നോക്കി നാം എന്ത് ചെയ്യണം? ഓടണം. ലോക കാര്യങ്ങളെ നോക്കിയല്ല, യേശു കർത്താവിനെ നോക്കി. ആ ഗൊൽഗത മലയിലോട്ട് യേശു കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ച ആ ത്യാഗം, എനിക്ക് വേണ്ടി ജീവൻ നൽകുവാൻ എൻ്റെ കർത്താവ് എന്തൊക്കെ ചെയ്തു, അതിനെ ഓർക്കുകയും ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് എൻ്റെ ജീവിതം ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്കായിട്ടല്ല, അങ്ങേക്കായി ഞാൻ ജീവിക്കും. ലോക കാര്യങ്ങൾ ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, എൻ്റെ മുൻപിൽ ഞാൻ നിർത്തത്തില്ല. എൻ്റെ നോട്ടം അങ്ങയിൽ മാത്രമാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ യേശു കർത്താവിൻ്റെ കാൽക്കൾ വീഴുകയും. തുടർന്ന് ആ വാക്യം വായിക്കും സിസ്റ്റർ. ഞാൻ അവനെ പിടിച്ചു. യേശു കർത്താവിനെ കണ്ടെത്തുകയും ആ കർത്താവിനെ മുറുകെ പിടിക്കുകയും കർത്താവിന്റെ കാലുകൾ മുറുകെ പിടിക്കുകയും എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് എന്നെ പ്രസവിച്ചവരുടെ അറയിലേക്കും കൊണ്ടുവരുന്നത് വരെ അവനെ വിട്ടില്ല. എവിടെ ചെന്ന് കൈവിടണം എന്നാണ് പറയുന്നത്? നമ്മുടെ സ്വന്തം വീട് എവിടെയാണ്? പരലോകമാണ്, സ്വർഗീയ രാജ്യമാണ്. ആ രാജ്യം ചെല്ലുന്നവരെ കർത്താവിനെ പിടിച്ചിരിക്കുന്ന ആ പിടി എന്ത് ചെയ്യാൻ പാടില്ല? വിടുവാൻ പാടില്ല. എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയരെ, ഈ ഉത്തമഗീത പുസ്തകം നമുക്ക് നൽകുന്ന ഒരു ഗുണപാഠം, പാപക്കുഴിയിൽ വീണുപോയ നമ്മളെ വീണ്ടെടുക്കുവാനായി യേശു കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നു. ആ സ്നേഹം നാം ഓർത്ത്, എൻ്റെ ദൈവമേ, അങ്ങേക്കായി ഇനി ഞാൻ ജീവിക്കും, അങ്ങയുടെ വചനം പ്രകാരം ഞാൻ ജീവിക്കും, ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവകരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഒരു 2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ചോദ്യം മനസ്സിൽ ഓടിയെത്തും, പാസ്റ്ററെ, നമ്മളിൽ ജീവിക്കുന്നത് എവിടെയാണ്? പാവലോകത്താണ് ജീവിക്കുന്നത്. പാവലോകത്ത് ജീവിക്കുന്ന നാം
യേശു കർത്താവിൻ്റെ മണവാട്ടിയായി തീരുവാൻ നമുക്ക് എന്തുവാണ് ചെയ്യുവാൻ സാധിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, മണവാട്ടി തന്നെ മണവാളനായി ഒരുക്കി നാം ഒരുങ്ങണം. ആ ഒരുക്കത്തിൻ്റെ ഒരു ഭാഗമായി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് പറയട്ടെ. ഇവിടെ എത്ര പേര് മീൻ കഴിക്കുന്ന ആളുകളുണ്ട്? ഇത് ആരെയും കുറ്റം വിധിക്കാനല്ല, മീൻ കഴിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? ശരി, നിങ്ങൾ ഈ മീൻ എങ്ങനെയാണ് പാചകം ചെയ്യുന്നത്? മീൻ എങ്ങനെയാണ് പാചകം ചെയ്യുന്നത്? ഓക്കെ, നല്ല ക്ലീൻ ചെയ്യുന്നു, പിന്നെ കഴുകുന്നു, മസാലയൊക്കെ ഇടുന്നു, പിന്നെ വേവിക്കുന്നു. ശരി, പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം നിങ്ങൾ ആരും പറഞ്ഞില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുവാണ് ഉപ്പിടുന്നത്? എന്തിനാ ഉപ്പിടുന്നേ? ഈ മീന് ചെറിയ ഒരു മീനായിരുന്ന ആ മീൻപിടുത്തക്കാരൻ്റെ വലയിൽ കുടുങ്ങുന്നത് വരെ ഏത് വെള്ളത്തിലായിരുന്നത്? ഉപ്പ് വെള്ളത്തിലാണ് ഇരുന്നത്. ശരിയാണോ? ആ ഉപ്പ് വെള്ളത്തിൽ ജനിച്ച് ജീവിച്ച ആ മീനിനെ കൊണ്ടുവന്ന് വീണ്ടും കറി വയ്ക്കാൻ നേരത്ത് വീണ്ടും എന്തിനാ ഉപ്പിടുന്നേ? നിങ്ങൾ വെള്ളത്തിൽ കഴുകിയപ്പോൾ ആ ഉപ്പിൻ്റെ അംശമൊക്കെ പോയോ? അതുകൊണ്ടാണോ? എന്തിനാണ് ഉപ്പിടുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതകാലം മുഴുവനും ഉപ്പ് വെള്ളത്തിലിരുന്നാലും ഉപ്പിൻ്റെ അംശം എന്ത് ചെയ്തില്ല? അതിൻ്റെ ശരീരത്ത് ചേർന്നിട്ടില്ല. വെട്ടുമ്പോൾ മരിച്ചു പോകുന്നു, പിന്നെ ജീവൻ അതിൻ്റെ അകത്തില്ല. പിന്നെ ഉപ്പ് നിങ്ങളിടുമ്പോൾ എന്ത് ചെയ്യുന്നു? പറ്റിച്ചേരുന്നു. നിങ്ങൾ ഒരു ജീവനുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ പാവകാര്യങ്ങൾ എന്ത് ചെയ്യുവാൻ പാടില്ല? നമ്മളോട് ഒട്ടിച്ചേരുവാൻ പാടില്ല. ചിന്തിക്കുക, പാവരഹിതരായി നമ്മൾ ജീവിക്കണം. ജീവനുള്ള ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്താണോ, എങ്ങനെ ഒരു ക്രിസ്ത്യാനി ജീവിക്കണം എന്ന് പറയുന്നോ അതുപോലെ ജീവിക്കണം. അതാണ് വചനം നമ്മളെ ഉപദേശിക്കുന്നത്. പാവലോകത്ത് ജീവിച്ചാലും പാവരഹിതരായി ജീവിക്കണം. അടുത്തൊരു കാര്യം, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പക്ഷികൾ നമ്മുടെ തലയുടെ പുറത്ത് പറക്കുന്നത് ആർക്കെങ്കിലും തടയുവാൻ സാധിക്കുമോ? ആർക്കും സാധിക്കത്തില്ല. ശരിയാണോ? ശരി, എന്നാൽ ആ പക്ഷികൾ നിങ്ങളുടെ തലയിൽ കൂട് കെട്ടാതിരിക്കുവാൻ തടയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കും, അല്ലേ? അതുപോലെ ഈ പാവലോകത്ത് ജീവിക്കുമ്പോൾ പാവചിന്തകൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇങ്ങനെ കടന്നു പോകും. എന്നാൽ അത് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കരുത്? ആലോചിച്ച് ഇനി അത് എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരുത്താം എന്നുള്ള കാര്യങ്ങളല്ല. ദൈവസന്നിധിയിൽ നമ്മളെ മുഴുവനും സമർപ്പിക്കപ്പെട്ടവരായി, എൻ്റെ ദൈവമേ, അങ്ങക്ക് ഏറ്റവും മണവാട്ടിയായി എന്നെ മാറ്റണമേ എന്ന ദൈവസന്നിധിയിലെ നമ്മളെ സമർപ്പിക്കാം. വചനം പറയുന്നത് എങ്ങനെയാണ്? മുള്ളുകളുടെ ഇടയിലെ താമര പോലെ എൻ്റെ മണവാട്ടി ഇരിക്കുന്നു. മുള്ളുകളുടെ ഇടയിലെ താമര പോലെ. മണവാട്ടി ആദ്യം തന്നെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയായിരുന്നു? കറുപ്പ്. എന്നാൽ മണവാളൻ എന്തു പറയുന്നു? മുള്ളുകളുടെ ഇടയിലെ താമര പോലെ. കർത്താവിനായി ജീവിക്കണം, വചനം അനുസരിക്കണം എന്ന് പറയുമ്പോൾ ഉപദ്രവങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മുള്ളുകളുടെ ഇടയിലും നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം? ദൈവസന്നിധിയില ദൈവത്തിന് മുഴുവനും സമർപ്പിക്കപ്പെട്ടവരായി ഒരു ജീവിതം നയിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിനായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം